DCR നോൺ DCR അറിയാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. DCR എന്ന് പറയുന്നത് വിക്രമിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് കോൺ പാനൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പ് സൈഡും ബാക്ക് സൈഡും ആ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു വൺ ഓഫ് ദ ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ബ്രാൻഡാണ് UTL എന്ന് പറയുന്നത്. ഹലോ എവരിവൺ, സോളാക്കാൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ആലപ്പുഴ ജില്ല ചേർത്തലയിലുള്ള സെന്റ് റീത്താസ് ഹോസ്പിറ്റലാണ്. ഇവിടെ ഒരു 12 കിലോവാട്ടിന്റെ ഓൺ ഗ്രിഡ് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. വിക്രമിന്റെ തന്നെ 585 വാട്ട് പീക്ക് പാനൽസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളെന്ന് പോകുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് സെന്റ് റീത്താസ് ഹോസ്പിറ്റലിലെ ഏറ്റവും ടോപ്പ് ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഫ്ലാറ്റ് റൂഫ് ഏരിയയിലാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് മൗണ്ടഡ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ സിസ്റ്റം ഉള്ളത്. ഇനി ഇൻ ഫ്യൂച്ചർ ഇവിടെ റൂഫ് സ്ട്രക്ചർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻ്റയർ സിസ്റ്റം നമുക്ക് മുകളിലേക്ക് മാറ്റാനുള്ള രീതിക്കാണ് നമ്മളിവിടെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. വേറെ കോൺക്രീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പാനൽസിൻ്റെ ലോഡിൽ തന്നെയാണ് നമ്മളുടെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. നിലവിൽ ഇനി എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ അപ്ഗ്രഡേഷൻ വരുന്ന സമയത്ത് ഈ സ്ട്രക്ചർ നമുക്ക് മുകളിലേക്ക് മാറ്റുവാൻ ഈസി ആയിട്ട് തന്നെ സാധിക്കുന്നതാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് വിക്രം സോളാറിന്റെ 585 വാട്ട് പീക്ക് ടോപ്പ് കോൺ പാനലാന്ന് പറഞ്ഞു. ഇതൊരു നോൺ DCR പാനൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. DCRും നോൺ DCRും അറിയാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. DCR എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പാനൽസ് ആണ്. ഇതിന്റെ സെൽ ലൈനും എല്ലാം ഇന്ത്യയിൽ തന്നെ ചെയ്തിട്ടുള്ള പാനൽസ് ആണ് DCR പാനൽസ് എന്ന് പറയുക. നോൺ DCR എന്ന് പറയുന്നത് ഈ മോഡ്യൂൾസിന്റെ സെല്ലുകളെല്ലാം ഇമ്പോർട്ട് ചെയ്തായിരിക്കും. ബാക്കി സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യും. ഈ നോൺ DCRും DCRും തമ്മിലൊരു കാറ്റഗറൈസ് ചെയ്ത് നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ മാക്സിമം സെല്ല് മാനുഫാക്ചേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഈ DCR നോൺ DCR തമ്മിൽ ചെറിയൊരു വില വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇനി ഇന്ത്യയിൽ കൂടുതലായിട്ട് മാനുഫാക്ചറിങ് നടന്നു കഴിയുമ്പോൾ നോൺ DCRനേക്കാളും വില കുറവ് DCR പാനൽസിന് ഇനി ഫ്യൂച്ചർ കാലങ്ങളിൽ വരാം. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ട് ഒരു വ്യത്യാസവും ഇല്ല. രണ്ടും ഒരേ പെർഫോമൻസ് തന്നെയാണ്. കാര്യം സെൽ ലൈൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കരുതിയിട്ട് ഇത്തിരി കൂടുതലോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്നത് ഇത്തിരി കുറവോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ DCR നോൺ DCRും ഔട്ട്പുട്ടിന്റെ കാര്യത്തിലെല്ലാം ഒരേ പെർഫോമൻസ് ആണ് ഇപ്പോൾ നിലവിൽ തന്നിട്ടിരിക്കുന്നത്. വിക്രമിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് കോൺ പാനൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പ് സൈഡും ബാക്ക് സൈഡും ഗ്ലാസ് മോഡ്യൂൾസ് ആണ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ ഗ്ലാസ് ടു ഗ്ലാസും അതുപോലെ ഗ്ലാസ് ടു ബാക്ക് ഷീറ്റും വരുമ്പോൾ ഉള്ളൊരു ചലഞ്ച് കൂടെ ഉണ്ട് ഇതിൽ. എന്ന് വെച്ചാൽ പല ബ്രാൻഡുകൾക്കും മാർക്കറ്റിൽ ബാക്കിൽ വരുന്നത് ഇപ്പോൾ ബൈഫേഷ്യൽ പാനൽസിൽ വരുന്നത് ഗ്ലാസിന് പകരം ബാക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വരും. ഇപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വരുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇൻ ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാറുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റുകൾ കുറേ വെയിലും മഴയൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടും. അതുപോലെ ഈ പാനൽസിന് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഗ്ലാസ് ടു ഗ്ലാസ് മോഡ്യൂൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്ലാസ് മോഡ്യൂൾസ് അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ് ഇതെല്ലാം ട്രീറ്റഡ് ആണ്, ടഫൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ലൈഫ് സ്പാനും 30 വർഷമൊക്കെ പാനൽ വാറണ്ടി തരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടാണ് കമ്പനീസ് നമുക്ക് വാറണ്ടി തരുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഗ്ലാസ് ടു ഗ്ലാസ് മോഡ്യൂളിലേക്ക് പോകുന്നതായിരിക്കും നമ്മളുടെ പ്ലാന്റിന്റെ ലൈഫിന് ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് UTL എന്നുള്ള ബ്രാൻഡിൻ്റെ 10 years ഓൺ സൈറ്റ് വാറണ്ടിയുള്ള ഇൻവെർട്ടേഴ്സാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ബ്രാൻഡുകൾ കൂടുതലായിട്ട് ഓൺ സൈറ്റ് വാറണ്ടിയോടുകൂടെ മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങി. നമുക്ക് നേരത്തെ ചൈനീസ് ബ്രാൻഡുകളായിരുന്നു, പക്ഷേ അതിന് ഓൺ സൈറ്റ് എന്നുള്ളത് ഒരു കൺസേൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ടെക്നോളജി കൂടി പുതിയ മാനുഫാക്ചേഴ്സ് മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഓൺ സൈറ്റ് ഫെസിലിറ്റി നമുക്ക് കിട്ടി തുടങ്ങി. ആ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു വൺ ഓഫ് ദ ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ബ്രാൻഡാണ് UTL എന്ന് പറയുന്നത്. അവരുടെ ഇൻവെർട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇത് UTL മാനുഫാക്ചർ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട് ഉണ്ട്. കാര്യം ഇതൊരു
ഒരു OEM പ്രോഡക്റ്റ് ആണ്, വേറെ ഏതൊരു കമ്പനി അവർക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷേ ഇതിന്റെ സർവീസ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം UTL ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളുടെ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് 21 പാനലിൽ 2 സ്ട്രിങ് ആയിട്ട് താഴത്തേക്ക് കൊണ്ടുവരികയും നമ്മൾ DC-DB വെച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മളൊരു AC-DB വെച്ചിട്ടുണ്ട്. ABBയുടെ ബ്രേക്കേഴ്സാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഇൻവെർട്ടർ നമുക്കൊരു ഡാറ്റ ലോഗിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് ഇതുവഴി ക്ലൗഡിലേക്ക് റിമോട്ടായിട്ട് നമുക്ക് മോണിറ്ററിങ് കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചത് ഒരു എക്സ്റ്റേണൽ ഫാൻ ഈ പ്രോഡക്റ്റിന് കൊടുത്തിട്ടുണ്ട്. കാര്യം 12 കിലോവാട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് എമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ തടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഫാൻ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു 2 ലൈൻ ഡിസ്പ്ലേ ആണ്, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങൾ കിട്ടുന്നത്. നമ്മളിപ്പോൾ AC സൈഡ് ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അലാം മോഡിൽ കിടക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു 33,000 വരെ കറണ്ട് ബില്ല് വരുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു 12 കിലോവാട്ട് പ്ലാന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടത്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി പാനലും അതുപോലെ ഓൺസൈറ്റ് വാറൻറ്റിയുള്ള ഇൻവെർട്ടേഴ്സുമാണ് നമ്മൾ ഈ പ്രോജക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള വെറൈറ്റി ഇൻസ്റ്റലേഷൻസ് നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ്റെ കാര്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് അഖിൽ സൈനിങ് ഫ്രം സോളാക്കാട്. താങ്ക് യു.